പ്രഭാവതിയമ്മയെ ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ തീർത്ത് പറഞ്ഞില്ലേ ചേച്ചി? എന്നാലൊരു മനുഷ്യജീവനല്ലേ പ്രിയേ, അതാ. നമ്മൾ ഇക്കാര്യം ഒരു തവണ വിശദമായിട്ട് അച്ഛനോട് ചർച്ച ചെയ്തില്ലേ? അവരോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ വേണ്ടെന്ന് തീരുമാനിച്ചത്, ഇവിടെ നോക്കാൻ ആളില്ലാഞ്ഞിട്ടല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഹോം നഴ്സിനെ വെക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമാണോ? ചേച്ചിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവർക്ക് കൊടുക്കേണ്ടി വരില്ലേ? അതൊക്കെ എനിക്കറിയാം. പിന്നെന്തിനാ ചേച്ചി വീണ്ടും വീണ്ടും അച്ഛനോട് ചോദിക്കാൻ പോകുന്നേ? ചേച്ചിയുടെയും കൂടെ നന്മ കണക്കാക്കിയിട്ടാ അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. ശരത്തും അവന്റെ അമ്മയും കൂടെ ഇവിടെ എത്ര കാലോ താമസിച്ച് അതിന്റെ കെടുതികൾ കുറെ അനുഭവിക്കുകയും ചെയ്തതല്ലേ ചേച്ചി? ഇനി അത്തരം മണ്ടത്തരങ്ങൾ ആവർത്തിക്കണോ? ഞാനിപ്പോ ചിന്തിക്കുന്നത് വേറൊരു തരത്തിലാ പ്രിയേ. ശരത്തിനെ എന്നേക്കുമായിട്ട് പൂട്ടാനുള്ള നമ്മുടെ കയ്യിലുള്ള ഏക ആയുധം പ്രഭാവതിയമ്മേ. അവർ ശരത്തിനെതിരെ മൊഴി കൊടുത്താൽ അതോടെ അവൻ തീരും. അവരെങ്ങനെ മൊഴി കൊടുക്കും? അവരെ അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുമല്ലേ? ആ അവസ്ഥ മാറിയാലോ? എനിക്ക് തോന്നുന്നില്ല മാറുമെന്ന്. അതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇതുവരെ അവര് കാണിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ മാറൂന്ന് പറയുന്നത്? ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ തൽക്കാലം മാറ്റിവെക്കുന്നതാ നല്ലത്. ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വന്തമല്ലാത്ത ആരെയും സ്നേഹിക്കരുതെന്നാ ചേച്ചി. സ്നേഹിച്ച പെട്ടു. ചേച്ചിയുടെ മനസ്സിലെ പ്രഭാവതി അമ്മയോട് കുറച്ച് സഹതാപമൊക്കെ തോന്നുമെന്ന് എനിക്കറിയാം. അത് നല്ലതിനല്ല ചേച്ചി. അച്ഛനെടുത്ത തീരുമാനം ഇക്കാര്യത്തിൽ നമ്മുടെ അവസാന തീരുമാനം. പ്രഭാവതി അമ്മയെ ഈ അവസ്ഥയിൽ നമുക്ക് വേണ്ട. ആ തീരുമാനം ചേച്ചി മാറ്റാൻ നോക്കണ്ട. മാറ്റിയാൽ ശരിയാവില്ല ചേച്ചി. ബാക്കിയെല്ലാം ചേച്ചിയുടെ തീരുമാനം. എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഒന്നുമില്ല. ഞാൻ പറയട്ടെ, നിരഞ്ജനിപ്പ ചിന്തിക്കുന്നത് അക്ഷരയെക്കുറിച്ചല്ലേ? അവളോട് ദേഷ്യപ്പെടേണ്ടി വരും. അതില് നിരഞ്ജന നല്ല വിഷമമുണ്ട്. അതെ, അതാണ് സത്യം. ഞാൻ കാരണം അക്ഷര ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എങ്കിൽ ഈ നാടകം അവസാനിപ്പിച്ചൂടെ? സത്യമായിട്ട് അക്ഷരോടങ്ങ് പറഞ്ഞൂടെ? ഏത് നിമിഷവും മരണത്തിന് കീഴടങ്ങാൻ വിധിക്കപ്പെട്ട ഒരു രോഗിയാണ് നിരഞ്ജനെന്ന് അക്ഷര മനസ്സിലാക്കട്ടെ. അതോടെ പ്രശ്നങ്ങൾ തീരില്ലേ? അതോടെ പ്രശ്നങ്ങൾ തുടങ്ങുകയേ ചെയ്യൂ. ഞാൻ മരിക്കാൻ പോകുന്ന രോഗിയാണെന്നറിഞ്ഞാൽ അക്ഷര എങ്ങനെ സഹിക്കും? അപ്പൊ പ്രശ്നം അക്ഷരയ്ക്കല്ല, നിരഞ്ജന. നിരഞ്ജന്റെ മനസ്സാ ഒരു പെൻഡുലം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നെ. എങ്ങനെയായാലും അക്ഷര വേദനിക്കും. അതില് ചെറിയ വേദന വേണോ വലിയ വേദന വേണോന്നേ ഇനി തീരുമാനിക്കാനുള്ളൂ. അവള് എന്നെ വെറുത്താ മതിയായിരുന്നു. അതും ചെയ്യുന്നില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയായിരുന്നെങ്കിലും ഇപ്പൊ ബന്ധം പിരിയാൻ തീരുമാനിച്ചേനെ. അതൊക്കെ ചെയ്തോളും. കുറച്ചുകൂടി സമയം കഴിയട്ടെ. നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിരുന്നില്ലേ? ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? ഒരു വഴക്ക് പോലും ഇല്ല. കല്യാണം കഴിച്ച് അന്ന് മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഈ വിഷയം നമ്മൾ സംസാരിച്ചല്ലേ മാലു? അതെ, പക്ഷേ വ്യക്തമായ മറുപടിയൊന്നും നിരഞ്ജൻ പറഞ്ഞിരുന്നില്ല. രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. ഒരു കാരണം നിരഞ്ജൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് നുണ. നിരഞ്ജൻ അറിയുകയും ചെയ്യാം. മനഃപൂർവ്വം എന്നോട് പറയാത്തതാ. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്കിടയില് രഹസ്യങ്ങളൊന്നും ഉണ്ടായിരിക്കരുതെന്നാ എന്റെ ആഗ്രഹം. ഞാനത് പാലിക്കുന്നുണ്ട്. നിരഞ്ജൻ അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാ നന്നായിരിക്കും.
ആ വാ മോളെ. മോളെന്താ അന്ന് പോയിട്ട് പിന്നീട് ഇങ്ങോട്ട് ഇറങ്ങാഞ്ഞേ? എന്തിനാ വെറുതെ എപ്പോഴും വരുന്നേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാ പോരെ. അത് ശരിയാ. അല്ല അതെ, ഇവിടെയുള്ള മോളുടെ അനിയത്തിയോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഏത് നേരം നോക്കിയാലും അവിടെയാ ആ സിദ്ധുവിന്റെ വീട്ടില്. അവനവിടെ ഭാര്യയായിട്ട് താമസിക്കല്ലേ. അതിന്റെ ഇടയിൽ ഇവളെന്തിനാ അങ്ങോട്ട് കയറി ചെല്ലുന്നേ? അങ്ങനെ പോയാലെന്താ കുഴപ്പം? ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ മുത്തശ്ശി. നമ്മളെന്തിനാ അതിലൊക്കെ കയറി അഭിപ്രായം പറയാൻ പോകുന്നേ?